Hello dear children, welcome to Kids Area Online, Class 3 EVS second term Christmas exam question paper കാണണ്ടേ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? കുറച്ചൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ചില കുട്ടികൾക്ക് നല്ല ഈസി ആയിരുന്നു, ചില കുട്ടികൾക്ക് കുറച്ച് ടഫ് ആയിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 അവർ ലൈവ് ക്ലാസ് നൽകുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ബാച്ച് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ചിലാണ് അഡ്മിഷൻ എടുക്കുക. ഇപ്പോഴേ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. ഏത് ക്ലാസ്സിനും ഡീറ്റെയിൽസ് അറിയാനായാലും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 3ാം ക്ലാസ്സിലെ EVS ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി സ്പെഷ്യാലിറ്റീസ് ഓഫ് സോയിൽ, മണ്ണിന്റെ സവിശേഷതകളെ കുറിച്ചായിരുന്നു. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സോയിൽ ഫോർ അസ്, മണ്ണുകൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം. റൈറ്റ് ദം, അവ എഴുതാനാണ്. അപ്പോൾ ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക് മണ്ണ് ആവശ്യമാണ്. ഇനി വേറെ എന്താണ്, വേറെ എന്തിനൊക്കെ ആവശ്യമാണ് മണ്ണ്? നമുക്ക് ചെടിച്ചട്ടികൾ ഉണ്ടാക്കാൻ, പോട്ട്സ് ഉണ്ടാക്കാൻ, അതുപോലെ ഇഷ്ടിക കല്ലുകൾ ഉണ്ടാക്കാൻ, ഇതിനൊക്കെ എന്താണ്? ഫോർ മേക്കിംഗ് പോട്ട്സ്, ചെടിച്ചട്ടികൾ ഉണ്ടാക്കാൻ, ഇഷ്ടിക ബ്രിക്സ് ഉണ്ടാക്കാൻ. പിന്നെ ഫോർ ഫാമിംഗ്, ഫാമിങ്ങിന് ആവശ്യമാണ്. പിന്നെ കൺസ്ട്രക്ഷൻ, നിർമ്മാണങ്ങൾക്ക് ആവശ്യമാണ്. ഫോർ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇനിയും ഒത്തിരി ചെടികൾ നടാൻ, അങ്ങനെ പ്ലാന്റിങ്, അതിനൊക്കെ എന്ത് ചെയ്യാം? സോയിൽ ഉപയോഗിക്കാം. നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് ഉത്തരം എഴുതിയിട്ടുണ്ടാവും. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റി ഷോസ് ദാറ്റ് ദർ ഈസ് എയർ ഇൻ ദ സോയിൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മണ്ണിൽ വായു ഉണ്ടെന്ന് തെളിയിക്കുന്ന പ്രവർത്തനം ഏതെന്നാണ് ചോദിക്കുന്നത്. എ ഡ്രൈഡ് ക്ലംപ് ഓഫ് സോയിൽ ഈസ് പുട്ട് ഇൻ വാട്ടർ, ഉണങ്ങിയ മൺകട്ട വെള്ളത്തിലേക്ക് ഇടുന്നത്. ഫിൽ ഹാഫ് ഓഫ് എ ബോട്ടിൽ വിത്ത് സോയിൽ, ക്ലോസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ സൺലൈറ്റ്, കുപ്പിയിൽ പകുതി മണ്ണെടുത്ത് അടച്ച് വെയിലത്ത് വയ്ക്കുന്നത്. ഏതാണ്? ഫസ്റ്റ് വൺ ആണ് ശരി ഉത്തരം. ആദ്യത്തേതാണ് ശരി ഉത്തരം. ഉണങ്ങിയ മൺകട്ട വെള്ളത്തിൽ ഇടുന്നു എന്നതാണ് എയർ ഇൻ ദ സോയിൽ, മണ്ണിൽ എയർ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ആക്ടിവിറ്റി. ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് അനിമൽസ് ലീവ് ഇൻ സോയിൽ, ചൂസ് ദ കറക്റ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ മണ്ണിൽ ജീവിക്കുന്ന ജീവികളുടെ ശരിയായ കൂട്ടം ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എർത്ത് വോം, ആന്റ്ലിയോൺ, ടെർമൈറ്റ്. മണ്ണിര, കുഴിയാന, ചിതൽ. ബി ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ, സെന്റിപീഡ്, അതായത് തുമ്പി, ചിത്രശലഭം, പഴുതാര. സി വരുന്നത് ടെർമൈറ്റ്, എർത്ത് വോം, ബട്ടർഫ്ലൈ, ചിതൽ, മണ്ണിര, ചിത്രശലഭം. ഡി വരുന്നത് ആലിയോൺ, ലീച്ച്, സ്പാരോ, അതായത് കുഴിയാന, അട്ട, കുരുവി. ഇതിലേതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഏതൊക്കെയാ നമ്മുടെ മണ്ണിൽ ജീവിക്കുന്ന ജീവികൾ? ഏതൊക്കെയായിരുന്നു? മണ്ണിര മണ്ണിലാണ്, അതുപോലെ തന്നെ കുഴിയാന മണ്ണിലാണ്, ചിതൽ മണ്ണിലാണ്. അപ്പോൾ ഈ ഓപ്ഷൻ എ ആണ് ഇവിടെ എഴുതാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി അതായിരുന്നു. ആക്ടിവിറ്റി 1B എന്തായിരുന്നു നോക്കാം. വാട്ടർ ആൻഡ് സോയിൽ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ടേണിംഗ് മഡി വാട്ടർ ടു ക്ലിയർ വാട്ടർ. ചെളി വെള്ളത്തിൽ നിന്ന് ശുദ്ധജലം ആകുന്ന, തെളിഞ്ഞ വെള്ളം ആകുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എഴുതാനാണ്. മഡി വാട്ടർ വേണം, ഗ്രാവൽ ചരൽ വേണം, മൂന്നാമത് എന്താ വേണ്ടേ? സാൻഡ് മണൽ വേണം, നാലാമത് എന്താ വേണ്ടേ? ചാർക്കോൾ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്
മഡി വാട്ടർ ക്ലീൻ വാട്ടർ ആകാൻ വേണ്ട പ്രോസസ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. 1Bയുടെ ബി ക്വസ്റ്റ്യൻ. ഡിഡ് യു നോട്ടീസ് ഫ്രം ദ പിക്ചർ ഹൗ വാട്ടർ ഈസ് വേസ്റ്റഡ്? വാട്ട് ആർ അതർ സിമിലർ സിറ്റുവേഷൻസ്? റൈറ്റ് ഡൗൺ. ഇവിടെ വെള്ളം പാഴാകുന്ന സന്ദർഭം കണ്ടല്ലോ. കുട്ടി പൈപ്പിലെ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മറ്റ് സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ലീക്കിംഗ് പൈപ്സ്, പൈപ്പ് ലീക്കിംഗ് വന്നു കഴിഞ്ഞാൽ വെള്ളം പാഴാകും. ലീക്കിംഗ് പൈപ്പ്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ വേസ്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ത്രോയിങ് ഓഫ് വേസ്റ്റ് ഇൻ ടു വാട്ടർ. വെള്ളത്തിൽ വേസ്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ബ്രേക്കേജ് ഓഫ് പൈപ്പ് പൊട്ടിപ്പോയാൽ വെള്ളം പാഴാവും. ഇതൊക്കെ അത് നമുക്ക് എഴുതാവുന്നതാണ്. അതിൽ സി ക്വസ്റ്റ്യൻ. പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു യൂസസ് ഓഫ് വാട്ടർ. വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതെന്നാണ് ചോദിക്കുന്നത്. ടു ഡ്രിങ്ക്, വെള്ളം എന്താണ്? വേണം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കുടിക്കാനായിട്ട് വെള്ളം വേണം. ഇനി ടു ബാത്ത്, കുളിക്കാനും വെള്ളം നമുക്ക് വേണം. ടു ബ്രീത്ത്, ശ്വസിക്കാൻ വേണോ? വേണ്ട. ശ്വസിക്കാൻ എന്താ? വേണ്ട. ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫോർ ഷെൽട്ടർ, നമുക്ക് താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കാൻ, അവിടെ പാചകം ചെയ്യാനൊക്കെ വെള്ളം വേണ്ടേ? അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം വേണം. ശ്വസിക്കാൻ വെള്ളം വേണ്ട. അപ്പോൾ ടു ബ്രീത്ത് ആണ് ഇവിടെ ശരിയായ ഉത്തരം. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ശ്വസനം. ഓക്കെ, ശ്വസിക്കാനാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. റിമൂവ് വേസ്റ്റ്. ലെറ്റ്സ് റിമൂവ് വേസ്റ്റ്. മാലിന്യം ഇല്ലാതാക്കാം. ടു ചെക്ക് ദ ക്ലീൻലിനെസ് of the school surroundings, Jenny and her friends visited different places. Their findings are given in the table. Write your suggestions for each place. അതായത് സ്കൂൾ പരിസരത്തെ ശുചിത്വം പരിശോധിക്കുന്നതിനായിട്ട് ജെനിയും കൂട്ടുകാരും വിവിധ ഇടങ്ങൾ സന്ദർശിച്ച് തയ്യാറാക്കിയ കണ്ടെത്തലുകളാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. ഓരോ ഇടത്തെ സംബന്ധിച്ചും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതുക. ഒബ്സർവേഷൻ നോട്ട് ഫോർ ദ പ്ലേസ് ഓർ നോട്ട് ഓഫ് ദ പ്ലേസസ്. പൂൾ ഇവിടെ വരുന്നത് A pool of water was found near the school kitchen area. സ്കൂൾ പാചകപ്പുരയുടെ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. രണ്ടാമത്തത്, ഇൻ ക്ലാസ് 3B charts and study materials were not dusty but waste was scattered around in the classroom. 3B ക്ലാസ്സിൽ ചാർട്ടുകളും പഠനോപകരണങ്ങളും പൊടി പിടിച്ചതല്ല, എന്നാൽ മാലിന്യങ്ങൾ അങ്ങുമിങ്ങും ചിതറിക്കിടക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവർ നോട്ട് ചെയ്തു. പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തു. അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ നിർദ്ദേശം എഴുതാനാണ് പറയുന്നത്. മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ നിർദ്ദേശം എഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി 2. നമുക്ക് എന്ത് എഴുതാം ഇവിടെ? നമുക്ക് എഴുതാം യൂസ് ദോസ്, ഇവിടെ എഴുതാം യൂസ് ദോസ് വാട്ടർ ഫോർ പ്ലാന്റ്സ് എന്ന് എഴുതാം. ഇവിടുത്തെ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ വെള്ളം കെട്ടി നിൽക്കാതെ ചെടികൾക്ക് ഒഴിക്കാം. കിച്ചണിലെ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം? ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. യൂസ് ദോസ് ഓഫ് വാട്ടർ ഫോർ പ്ലാന്റ്സ്. ഇനി ഇവിടെ വേസ്റ്റ് അങ്ങോട്ടൊക്കെ ചിതറിക്കിടക്കും. അതിനെന്ത് ചെയ്താൽ മതി? ക്ലാസ്സിൽ ഒരു ഡസ്റ്റ്ബിൻ വെച്ചാൽ മതി. ഒരു ഡസ്റ്റ്ബിൻ, പുട്ട് ഡസ്റ്റ്ബിൻ ഇൻ ദ ക്ലാസ് റൂം. ഒരു ഡസ്റ്റ്ബിൻ എന്ത് ചെയ്താൽ മതി? ക്ലാസ്സിൽ വെച്ചാൽ ആ കുട്ടികൾ എന്ത് ചെയ്യും? ആ വേസ്റ്റ് എല്ലാം തറയിലിടാതെ ആ ഡസ്റ്റ്ബിനിൽ കൊണ്ടിടും എന്ന് നമുക്ക് നിർദ്ദേശം കൊടുക്കാം. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ആൻഡ് മാച്ച് ദ കറക്റ്റ് കളർ ഓഫ് ബിൻ ഫോർ വേരിയസ് ടൈപ്പ് ഓഫ് വേസ്റ്റ്. ഓരോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ബിന്നുണ്ടല്ലോ, അതിന് ഓരോ നിറങ്ങളുണ്ട്. ഫുഡ് വേസ്റ്റ്, എഗ്ഷെൽ, ഫുഡ് വേസ്റ്റ് ഒക്കെ വരുന്നത് ഗ്രീനിലാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ, ഫുഡ് വെയർ, ഇതൊക്കെ എവിടെയാണ് വരുന്നത്? തെർമോക്കോളൊക്കെ എവിടെയാണ് ഇടേണ്ടത്? യെല്ലോയിലാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് എവിടെയാണ് വരുന്നത്? യെല്ലോയിലാണ്. ഇലക്ട്രോണിക് വേസ്റ്റ് എവിടെയാണ് വരിക? ബൾബ്, അൺയൂസ്ഡ് പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് വരിക? റെഡിലാണ് വരിക. ഓക്കെ, ഇതാണ് ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ നോക്കാം. Find and write the correct statement related to
ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ്, അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന പ്രസ്താവന, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് ആർ നോട്ട് ഹാംഫുൾ ടു നേച്ചർ, പ്രകൃതിക്ക് ദോഷകരമല്ല എന്നാണ് പറയുന്നത്. ഒന്നാമത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡു നോട്ട് ഡീകമ്പോസ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരില്ല എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഹെൽപ്പ് ദ സോയിൽ ഫെർട്ടൈൽ, ഈ മണ്ണിനെ വളക്കൂറുള്ളതാക്കി പ്ലാസ്റ്റിക് വേസ്റ്റ് മാറ്റുമെന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ച് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് വലിച്ചെറിയരുത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡു നോട്ട് ഡീകമ്പോസ്. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ത് ചെയ്യത്തില്ല? ഡീകമ്പോസ് ചെയ്യത്തില്ല, അതുകൊണ്ട് മണ്ണിൽ വലിച്ചെറിയാനായിട്ട് പാടില്ല എന്നതാണ് ഉത്തരം. സി ആണ് ഉത്തരം. എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മണ്ണിൽ അലിഞ്ഞു ചേരില്ല, മണ്ണിൽ അലിഞ്ഞു ചേരില്ല എന്നതാണ് ഉത്തരം. ആക്ടിവിറ്റി 3 ഫുഡ് ആൻഡ് ഹെൽത്ത് ആണ്. ക്ലാസിഫൈ ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് ഐറ്റംസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കോവയ്ക്ക, വീറ്റ്, യാം, ഗ്രേപ്സ്, സ്പിനാച്ച്, റൈസ്, തപ്പിയോക്ക, ലേഡീസ് ഫിംഗർ, ആപ്പിൾ, ഡ്രം സ്റ്റിക്ക് ലീവ്സ്. ഇവിടെ കുറച്ച് സാധനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത് വെജിറ്റബിൾസ്, അതായത് പച്ചക്കറികൾ. പച്ചക്കറികൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? ലേഡീസ് ഫിംഗർ പച്ചക്കറിയിലാണ് വരുന്നത്. പിന്നെ ഏതാ പച്ചക്കറിയിൽ വരുന്നത്? കോവയ്ക്ക, ഇവി ഫിംഗർ, ഇവി ഗൗഡ്, ഇതെവിടെ വരുന്നത്? വെജിറ്റബിൾസിലാണ്. കോവയ്ക്ക. ഇവിടെ വരുന്നതോ വെണ്ട, ലേഡീസ് ഫിംഗർ, ലേഡീസ് ഫിംഗർ വെണ്ടയാണ്. വെണ്ടയ്ക്ക ആണ് ഇവിടെ വരിക. ഇനി ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പഴങ്ങളാണ്. അതായത് ഫ്രൂട്ട്സ് ആണ്. ആപ്പിൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സിൽ വരുന്ന വേറെ എന്തുണ്ട്? ആപ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, മുന്തിരിയുണ്ട്. ആപ്പിൾ, മുന്തിരി ഇവയാണ് ഫ്രൂട്ട്സ്, പഴങ്ങളിൽ വരിക. ലീഫി വെജിറ്റബിൾ, ഇലക്കറികളിൽ എന്തൊക്കെ വരും? ഡ്രം സ്റ്റിക്ക് ലീവ്സ് വരും. പിന്നെ വരുന്നത് ചീര, സ്പിനാച്ച്, മുരിങ്ങയിലയും ചീരയും. ഡ്രം സ്റ്റിക്ക് ലീവ്സും സ്പിനാച്ചുമാണ് വരിക. സെറൽസ്, ധാന്യങ്ങളിൽ എന്തൊക്കെയാ വരിക? ധാന്യങ്ങൾ വീറ്റ്, ഗോതമ്പ് വരും. റൈസ്, അരി. ഇനി ഇവിടെ വരുന്നത് യാം, തപ്പിയോക്ക, ഇതൊക്കെ എന്താണ്? ട്യൂബേഴ്സ് ആണ്, കിഴങ്ങുകൾ. ഇവിടെ വരുന്നത് കിഴങ്ങുകൾ, ട്യൂബേഴ്സ്. യാം, തപ്പിയോക്ക, ചേന, മരിച്ചീനി, ഇതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇതായിരുന്നു ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ, 3ന്റെ എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് വി ഗെറ്റ് ഫ്രം ദ അനിമൽസ്? അനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ് എന്തൊക്കെയാണ് കിട്ടുക? എഗ്ഗ് കിട്ടും, മുട്ട നമുക്ക് കിട്ടും, മിൽക്ക് കിട്ടും, 2 എഴുതിയാൽ മതി, മീറ്റ് കിട്ടും. ഇതൊക്കെ അനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ഡയറ്റിൽ, മനസ്സിലായല്ലോ, നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിൽ നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാലുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? വിവിധതരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാലുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ നമുക്ക് പറയാം? വളർച്ചയ്ക്ക് സഹായിക്കും, നമ്മുടെ വളർച്ച, ഗ്രോത്ത്, നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കും. പിന്നെയോ സ്ട്രെങ്ത്, ശക്തി കിട്ടും, ആരോഗ്യത്തിന് നല്ല സ്ട്രെങ്ത് കിട്ടും, ഗ്രോത്ത് കിട്ടും. പിന്നെ അസുഖങ്ങൾ വരാതെ തടയും, പ്രിവെന്റ് ഡിസീസസ്, രോഗങ്ങൾ വരാതെ ഇരിക്കും. ഓക്കെ, പ്രിവെന്റ് ഡിസീസാണ് നമുക്ക് അവിടെ എഴുതാൻ പറ്റുന്നത്. ഗ്രോത്ത് വളർച്ചയ്ക്ക്, സ്ട്രെങ്ത് ബലത്തിന്, പ്രിവെന്റ് ഡിസീസ് രോഗങ്ങൾ വരാതിരിക്കാൻ. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4A 4B ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതിൽ 4A, ലെറ്റ്സ് മെയിൻറ്റൈൻ പേഴ്സണൽ ഹൈജീൻ, അതായത് വ്യക്തി ശുചിത്വം.
ശുചിത്വം പാലിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. തിങ്സ് ഐ ഷുഡ് ഡു ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. ശുചിത്വം പാലിക്കുന്നതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഷുഡ് വെയർ ക്ലീൻ ക്ലോത്ത്. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് കട്ട് നെയിൽസ്, നഖം വെട്ടണം, നഖം വെട്ടും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബാത്ത് ഡെയിലി, എല്ലാ ദിവസവും കുളിക്കും, ദിവസവും കുളിക്കും. ബാത്ത് ഡെയിലി, ദിവസവും കുളിക്കും. ഇനി എന്തൊക്കെ ചെയ്യാം? യൂസ് ഫുഡ്വെയർ, ചെരുപ്പ് ധരിക്കുക. യൂസ് ഫുഡ്വെയർ, ചെരുപ്പ് ധരിക്കുക. അപ്പോൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ഇടുക, നഖം വെട്ടുക, ദിവസവും കുളിക്കുക, ചെരുപ്പിടുക. ഇതൊക്കെയാണ് അസുഖം വരാതിരിക്കാൻ വേണ്ടി പേഴ്സണൽ ഹൈജീനിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ? വൃത്തിയില്ലായ്മ കൊണ്ട്, ശുചിത്വമില്ലായ്മ കൊണ്ട് നമുക്ക് വരാവുന്ന അസുഖങ്ങൾ ഏതൊക്കെ? ഏതൊക്കെ അസുഖങ്ങൾ വരാം? സ്കിൻ ഡിസീസസ് വരാം, ത്വക്ക് രോഗങ്ങൾ വരാം, സ്കിൻ ഡിസീസ് വരാം. എന്നിട്ടോ വൊമിറ്റിംഗ് വരാം, വൊമിറ്റിംഗ് വരാം, ഛർദിൽ വരാം, ജലദോഷം വരാം, കോൾഡ്, ജലദോഷം വരാം, കഫത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാം. ഇതെല്ലാം എന്താണ്? സ്കിൻ ഡിസീസ്, പേഴ്സണൽ ഹൈജീൻ കൊണ്ട് വരാവുന്ന ഡിസീസസ് ആണ്, രോഗങ്ങളാണ്. 4B question, the stages of hand washing are given. Draw lines and match the correct one. ഒന്നാമത്തേത് ഇതിൽ വരുന്നത്, ഒന്നാമത്തെ തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് കൈ കഴുകുന്നത്. അത് ഏതാ വരിക? വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ റണ്ണിങ് വാട്ടർ. അതായത് ഈ ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായിട്ട് കഴുകുന്നതാണ് ഈ കാണുന്നത്. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളത്തിൽ കൈ നന്നായിട്ട് കഴുകുന്നത്. ഇനി മൂന്നാമത്തെ പിക്ചർ, ഒന്നാമത്തെ പിക്ചർ ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പിക്ചർ വാഷ് ഹാൻഡ്സ് ആണ്, ഒഴുകുന്ന വെള്ളത്തിൽ കൈ കഴുകുന്നതാണ്. മൂന്നാമത്തേത് വരുന്നത് കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക. വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ സോപ്പ്, വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ സോപ്പ്. കൈകൾ നനച്ചിട്ട് സോപ്പ് പതപ്പിക്കുന്നതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് നേരെ ഇനി ഒന്നുകൂടിയേ ഉള്ളൂ, അത് തന്നെയാണ്. ക്ലീൻ ദ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. അത് വിരലുകളും കൈക്കുഴകളും മറുകെ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ ഇങ്ങനെ തിരുമ്മി വൃത്തിയാക്കത്തില്ലേ? വിരലുകളും കൈക്കുഴകളും മറുകെ ഉപയോഗിച്ച് ഇങ്ങനെ വൃത്താകൃതിയിൽ തിരുമ്മി ഇങ്ങനെ ചെയ്ത ഈ കാണുന്നതാണ് ഇതിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ഇത് കറക്റ്റായിട്ട് എഴുതിയോ? ബി ക്വസ്റ്റ്യൻ നോക്കാം. മനു കെയിം ടു സ്കൂൾ wearing a mask because he had a cold and was sneezing. What is the advantage of wearing a mask? മാസ്ക് ധരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? മനു മാസ്ക് ധരിച്ച് സ്കൂളിലെത്തി. മാസ്ക് ധരിക്കുന്നതിനുള്ള പ്രയോജനം എന്താ? പടരുന്ന രോഗങ്ങൾ തടയാം, പടരുന്ന അസുഖങ്ങൾ തടയാം. പ്രിവെന്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെന്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. പടരുന്ന രോഗങ്ങൾ തടയാൻ കഴിയും. ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഡിസീസസ് ആർ സ്പ്രെഡ് ബൈ മൊസ്കിറ്റോസ്? മൊസ്കിറ്റോസിലൂടെ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ടൈഫോയിഡ്, കോളറ, ചിക്കൻ ഗുനിയ, ജോണ്ടിസ്, ഡെങ്കി ഫീവർ, എൽഫിൻഡിയാസിസ്, മലേറിയ, കഫ്. ഇതെന്തൊക്കെയാണ് വരിക? ഇവിടെ ടൈഫോയിഡും കോളറയും ചിക്കൻ ഗുനിയയും മഞ്ഞപ്പിത്തവും ഉണ്ട്. ഇവിടെ ഡെങ്കിപ്പനിയും മന്തും ഉണ്ട്, മലമ്പനിയും ഉണ്ട്, ചുമയും ഉണ്ട്. ഇതിൽ ശരി ഉത്തരം നമുക്കറിയാവുന്നതാണ്. ഡെങ്കി ഫീവറും അതുപോലെ തന്നെ മന്തും എൽഫിൻഡിയാസിസുമാണ് പടരുന്ന രോഗങ്ങൾ, മൊസ്കിറ്റോയിലൂടെ പടരുന്ന രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ. ഓക്കെ, ഡെങ്കിപ്പനി, മന്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ A question, some statements are related to health care are given below. Put a tick mark below the correct ones and a cross mark below the wrong ones. തെറ്റായിട്ടുള്ളതിന് ക്രോസ് മാർക്സും തെറ്റായിട്ടുള്ള ഒരു സിമ്പിളും ശരിയായിട്ടുള്ള ടിക്ക് മാർക്കും കൊടുക്കുക എന്നുള്ളതാണ്. സ്ലീപ്പ് വെൽ, ആവശ്യത്തിന് ഉറങ്ങണം, അത് ശരിയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഈറ്റ് ഇനഫ് ഫുഡ്, മതിയായ എന്നാണ് നമുക്ക്
ധാരാളം ഭക്ഷണം കഴിക്കുമെന്നാണ് പറയുന്നത്. ഈറ്റ് ഇനഫ് ഫുഡ്. നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഫുഡ് കഴിക്കണം എന്നാണോ? നോ. അപ്പോൾ അത് തെറ്റാണ്. ധാരാളം ഫുഡ് കഴിക്കാൻ പാടില്ല. നമുക്ക് എത്ര വേണോ അത്രയും ഫുഡ് കഴിക്കണം, അങ്ങനെ പാടില്ല. ഫോളോ ഹൈജീൻ ഹാബിറ്റ്സ്. ശുചിത്വ ശീലങ്ങൾ പാലിക്കണം, ശരിയാണ്. പ്ലേ ഓൺലൈൻ ഗെയിംസ്. നമ്മുടെ ഈ ഓൺലൈൻ ഗെയിമുകൾ കളിക്കണം, നോ. പ്ലേ ഫിസിക്കൽ ഗെയിംസ്. ആവശ്യമുള്ള കളികളിൽ ഏർപ്പെടണം. കായികമായിട്ടുള്ള കളികൾ ഏർപ്പെടണം, ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും ഫുഡ് കഴിക്കണം എന്നതും ഓൺലൈൻ ഗെയിംസ് കളിക്കണം എന്നുള്ളതാണ് തെറ്റ്. ഉറങ്ങണം, പിന്നെ അതുപോലെ ഹൈജീൻ ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ പുറത്തിറങ്ങി കളിക്കത്തില്ലേ, കായിക അധ്വാനം വേണ്ട കളികൾ, അത് കളിക്കണം. ഇത്രയാണ് ശരി വരുന്നത്. എ ക്വസ്റ്റ്യൻ ഇതാണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. Prepare 3 questions to interview a health expert to conduct awareness on the topic children and their health. കുട്ടികളും ആരോഗ്യവും സംബന്ധിച്ച് ഒരു അഭിമുഖം നടത്തുന്നതിന് ആവശ്യമായ 3 ചോദ്യങ്ങൾ തയ്യാറാക്കുക. അത് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഈ വർഷത്തെ 3ാം ക്ലാസ്സിലെ EVS പരിസര പഠനം ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസർ നല്ലതുപോലെ എഴുതിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വൈകിട്ട് 3ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുമായിട്ട് വൈകിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.